വിശ്വസിച്ച് നമുക്ക് മരുന്ന് കഴിക്കാം. കാരണം ഈ ഒരു കുഞ്ഞിന്റെ കാഴ്ച വരെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അല്ലേ? സന്തോഷായ മോന്? സന്തോഷായി. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്കേ കിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിലും നല്ലത് ഇവിടെ അനുഭവം ഉള്ളവരുണ്ട്, അവരോട് ചോദിച്ചോളൂ. ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലോട്ടാണോ? അതെ. ഏതൊക്കെ ദിവസമാണ് ഇവിടെ ഓട്ടം കിട്ടുന്നത്? ചൊവ്വ, വ്യാഴം, വെള്ളി 3 ദിവസങ്ങളിൽ നല്ല ഓട്ടം കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് പോകുന്ന രോഗികൾ നിങ്ങളുടെ വണ്ടിയിൽ കയറുമ്പോൾ എന്തായാലും നിങ്ങളോട് ഇവിടെ വന്ന അനുഭവം പങ്കുവെക്കുമല്ലോ. അപ്പൊ എന്താ വരുന്നവർക്കൊക്കെ നല്ല കുറവുണ്ട്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡ് മെമ്പറാണ് ഞാൻ, ബാബു മണിക്കപ്പറമ്പൻ. മെമ്പർ ഇവിടെ കണ്ണിന് കാഴ്ചയില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണോ? അല്ല. ഞാനിവിടെ വരുന്ന ആളുകൾ രോഗിയുടെ കേരളത്തിന്റെ 14 ജില്ലയിൽ നിന്ന് രോഗികൾ വരാറുണ്ട്. അത് വിവിധ തലത്തിലുള്ള രോഗികളാണ് വരുന്നത്. തീർത്തും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്നവർ, അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാറുണ്ട് അവർ. വാർഡ് മെമ്പർ രീതിക്കാൻ സിസ്റ്റർ എടുത്ത് പറഞ്ഞ് അവർക്ക് വേണ്ടത്ര അവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ലാതെ വരുന്നവർക്ക് നമ്മൾ മരുന്ന് സൗജന്യമായിട്ട് സിസ്റ്ററോട് പറഞ്ഞ് മേടിച്ചു കൊടുക്കാറുണ്ട്. അതിലുപരിയായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് വരുന്ന ആളുകൾക്കെല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഇവിടുത്തെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് സിസ്റ്ററോട് രോഗികളെ നോക്കുന്നത്. അപ്പോൾ തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വരുന്ന രോഗികൾക്ക് വേണ്ടതായ സാഹചര്യങ്ങളുണ്ടോ ഇവിടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വരാറ്. ഞാൻ വരുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ വരാൻ കാരണം, ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ 2 കൊല്ലത്തിന് മുമ്പ് പോയിട്ട് എന്നെ അവർ പറഞ്ഞു വിട്ടതാണ്. ഇടത് കണ്ണ് കാഴ്ച കുറഞ്ഞപ്പം എന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് എന്നോട് 1 മാസം നോക്കാൻ പറഞ്ഞ് മരുന്ന് തന്ന്. ഞാൻ 1 മാസം നോക്കി, 2 മാസം നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് ദയവായിട്ട് അമ്മയുടെ യൂട്യൂബിൽ കണ്ട കാഴ്ച എനിക്ക് ഒരാൾ അത് പകർത്തി തന്നു എൻ്റെ വാട്സാപ്പിൽ. അത് കണ്ട് പിറ്റാം ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഇപ്പം മരുന്നെടുക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 1 കൊല്ലമായി. ഇപ്പം എനിക്ക് എല്ലാം കാണാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം 100% കാണാം. പക്ഷേ അമ്മയല്ല, ഇതൊരു മാതാവാണ്, മനസ്സിലായില്ലേ? ഇതൊരു മാതാവാണ്. എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ കണ്ണൊക്കെ നിറയും. അത് കാരണം ഞാൻ അമ്മേനെ കാണുന്നില്ല. ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും അവിടെ കംപ്ലീറ്റ് ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ 4-5 ആൾക്കാരെ കൊണ്ടുവരും. ഇന്നും ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ കടമപ്പെട്ടു. ഞങ്ങളുടെ നാടിന് അഭിമാനമാണ് ഈ സ്ഥാപനം. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നല്ല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അതുപോലെ അമേരിക്ക, UK എന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ചേട്ടാ, നിങ്ങൾ എവിടെന്നാ വന്നേ? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്. എങ്ങനെയാണ് ഇത് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന്? അത് തൃശ്ശൂർ വെച്ച് പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞിട്ട് ആളുടെ വയസ്സിന് തവണ കുറവായെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. ആരെ കാണിക്കാനാ വന്നേ? മകളിനെ കാണിക്കാൻ. ഒരു മോളെ കാണിക്കാനായിട്ടാ വന്നത്. ചേട്ടാ എവിടെ നിന്ന് വരുന്നേ? ഞാൻ കൊടകിൽ, മൈസൂർ കൊടക്. മൈസൂർ കൊടകയിൽ നിന്നാണ് ഈ ചേട്ടൻ വരുന്നത്. എന്ത് കാഴ്ച കുറവാ. കുഞ്ഞിനെ ഒട്ടും കാഴ്ചയില്ലേ? തീരെ കാഴ്ച ഒട്ടുമില്ല. അപ്പൊ എന്ത് ജന്മനാ ഇങ്ങനെ കുട്ടിക്ക് കാഴ്ചയില്ലാതാണോ? ഇവിടെ വന്നപ്പോ ഈ മോന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ 1 വർഷത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി എത്ര നാളും കൂടെ ചികിത്സ ഉണ്ട്? 1 കൊല്ലം കൂടെ ചെയ്യാം. 1 വർഷം കൂടി ഇനി ചികിത്സ നടത്തിയാൽ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും ദൂരം എന്ന് വരുമ്പോൾ ഒരുപാട് പൈസ ചെലവൊക്കെ ആവത്തില്ലേ? കുഴപ്പമില്ല. ഇവിടെ വലിയ ഫീസോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോ? എത്ര രൂപ? 500 രൂപ ഒരു പൊതി. വെറും 500 രൂപയാണ് ഇവിടെ ഒരു മാസത്തെ മരുന്നിന്റെ ചെലവ്. ഒരു ഉണങ്ങിയ തോർത്ത് ഇതുപോലെ കെട്ടിയിടണം. കണ്ടോ? ചെവി അടച്ച് എണ്ണയിട്ട് 1/2 മണിക്കൂറാകുമ്പോൾ പച്ചവെള്ളത്തിൽ വിറയ്ക്കുന്നവരെ കുളിക്കണം. മറ്റു രോഗങ്ങളുള്ളവരും ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹാർട്ടിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവരാണേലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ മരുന്ന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. വെറും 3 മാസം കൊണ്ട് 100% കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അമ്മ നടത്തുന്ന സ്ഥാപനമാണിത്. ഈ സ്ഥാപനം വരുന്നത് തൊടുപുഴ കല്ലൂർക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് അകത്തോട്ട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ശുശ്രൂഷ അമ്മച്ചിയുടെ ആ ചികിത്സയുടെ പോക്കിനെ ഉദ്ദേശിച്ചാണ് ഞാൻ തുടർന്നത്. അപ്പം അമ്മച്ചിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ, കഷ്ടപ്പാട് അനുഭവിക്കാമെങ്കിൽ അത് കൂടുതൽ ചെയ്യേണ്ടവളാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അന്ന് മുതൽ ഞാൻ രോഗികൾക്ക് വേണ്ടി ചികിത്സ കൊടുക്കുന്നതിൽ താല്പര്യം കാണിച്ചു. ഒരുപാട് രോഗികളൊക്കെ ഇവിടെ എത്താറുണ്ടല്ലേ? ഉണ്ട്, രോഗികൾ വരുന്നുണ്ട്. അതുപോലെ നമുക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരുപാടുണ്ട്. എന്നാന്ന് വെച്ചാൽ അവർക്ക് വരുന്ന അത്ര ആൾക്കാർക്കും ഉള്ള മരുന്നുകൾ തന്നെത്താൻ വേണം ഉണ്ടാക്കാനാണ്. നമ്മൾ ജോലിക്ക് 1-2 പേരെ കൂട്ടിയിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പം ജോലി ചെയ്യണം, മരുന്നുകൾ ഉണ്ടാക്കണം, രോഗികളെ ശുശ്രൂഷിക്കണം. 77 വർഷത്തെ സേവന പാരമ്പര്യമുള്ള CYMലും സിദ്ധവൈദ്യരംഗത്തെ കുലപതിയായ സിസ്റ്റർ തെയ്യാമ്മ വൈദ്യയും ചേർന്ന പാലായിൽ നടത്തുന്ന സിദ്ധവൈദ്യ ക്യാമ്പ് എല്ലാ ബുധനാഴ്ചകളിലും CYMൽ നടത്തപ്പെടുന്നു. വിവിധ രോഗങ്ങളാൽ, പ്രത്യേകിച്ച് നേത്ര സംബന്ധമായ രോഗങ്ങൾ,
നേത്ര സംബന്ധമായ രോഗങ്ങളിൽ തിമിരം ശസ്ത്രക്രിയ കൂടാതെ ഭേദമാക്കാനുള്ള പ്രത്യേക ചികിത്സാ രീതികൾ സിസ്റ്റർ തെയ്യാമ്മ വൈദ്യ നടത്തുന്നുണ്ട്. കണ്ണിൻ്റെ തകരാറ്, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, അലർജി മുതലായവ ചികിത്സയിലൂടെ ഭേദമാക്കുവാൻ സിസ്റ്ററിന് സാധിക്കുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിലൊക്കെ വരുന്നവര് വിളിച്ച് ബുക്ക് ചെയ്യണം. അതായത് ചൊവ്വാഴ്ച ഒരു വൈകുന്നേരത്തിന് മുമ്പ് ബുക്ക് ചെയ്തെങ്കിലേ ബുധനാഴ്ച കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബുധനാഴ്ച തിരക്കാവും. പിന്നെ ബുധനാഴ്ച വരുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവിടെ അവധി എടുത്തിട്ട് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് കൂടുതൽ ദിവസത്തെ മരുന്ന് മേടിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ആക്സിഡന്റ് പറ്റി കണ്ണിന്റെ കാഴ്ച പോയതാണ്. ഈ കണ്ണ് ഒട്ടും കാണാമല്ല, ഈ കണ്ണ് പൂർണ്ണമായിട്ട്, ഈ കണ്ണ് പകുതി. എന്നിട്ട് ഇവിടെ വന്ന് ചികിത്സ നടത്തിയിട്ട് കാഴ്ച തിരിച്ചു കിട്ടിയോ? പൂർണ്ണമായിട്ടുള്ള കണ്ണിന് അനക്കമുണ്ടായിരുന്നു. ചേച്ചിക്ക് കാഴ്ചയില്ലായിരുന്നോ? കാഴ്ച കുറവായിരുന്നു. വലത് കണ്ണിന് മൂക്ക് വലിയ ദേശ വളർച്ച കൊണ്ട് കാഴ്ച കുറവായിരുന്നു. ചേച്ചി എവിടെന്നാ വരുന്നേ? എറണാകുളത്ത് നിന്നാണ് വരുന്നത്. പനങ്ങാട്. ഇപ്പൊ എത്ര നാൾ കൊണ്ട് ഇവിടെ വരുന്നത്? ഞാൻ വന്നത് ഒരു മാസം അമ്മേനെ പറഞ്ഞറിഞ്ഞാണ് അമ്മേനെ കാണാൻ വന്നത്. മരുന്ന് കഴിച്ച് 30 വർഷം ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചിരുന്നു വെച്ചാൽ ഞാനിപ്പോ പച്ചവെള്ളത്തിൽ കുളിച്ച്. ചേച്ചി എന്ത് കരയുന്നേ? ഒത്തിരി എന്ന് വെച്ചാൽ എന്റെ സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടാണ് കരയുന്നേ. എന്താ ചേച്ചി ഇത്ര സന്തോഷം? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് വ്യത്യാസം വന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ഒറ്റ മാസം കൊണ്ട് തന്നെ? ഒറ്റ മാസം, കറക്റ്റ് ഒറ്റ മാസം. ഒരു 1.5 മാസം കഴിഞ്ഞപ്പം പുള്ളിക്ക് ഏകദേശം ഓക്കെ. ഇപ്പം പുള്ളി വണ്ടി ഓടിച്ചോണ്ടിരിക്കും. 1.5 മാസം കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടി. ഇപ്പം പുള്ളി ഗുണ്ടൽപേട്ടിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം പുള്ളിക്ക് തീരെ വണ്ടി ഒന്നും കാണത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. വീട്ടിലിരുന്ന് റോട്ടിൽ കൂടെ പോകുന്ന വണ്ടി പോലും കാണത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. സൗണ്ട് മാത്രം കേൾക്കും.